ജനുവരി 2 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അഡലാർഡ്, വിശുദ്ധ അർഗയൂസ്, വിശുദ്ധ നർസിസൂസ്, വിശുദ്ധ മർസലിനുസ്, വിശുദ്ധ അർഡാക്സൂസ്, വിശുദ്ധ അക്കത്തൂസ്, വിശുദ്ധ എവുജൻഡ, വിശുദ്ധ മാക്സിമിയാനൂസ്, വിശുദ്ധ തിമോത്തി, വിശുദ്ധ തോബിയാസ്, വിശുദ്ധ ബേസിൽ, വിശുദ്ധ ഗ്രിഗറി നസിയാർസൻ, വിശുദ്ധ അസ്പാസിയൂസ്. വിശുദ്ധ ബേസിൽ 329-379 കാലഘട്ടത്തിലാണ് വിശുദ്ധനായ ബേസിൽ ജീവിച്ചിരുന്നത്. കോൺസ്റ്റന്റിനോപ്പിളിനും അന്ത്യോക്യായ്ക്കും ഇടയിലുള്ള സൈനിക പാതയിലെ സ്ഥാനം കാരണം 4-ാം നൂറ്റാണ്ടിലെ പ്രത്യേക പ്രാധാന്യമുള്ള ഏഷ്യ മൈനറിലെ ഒരു പ്രവിശ്യയായിരുന്ന കപ്പഡോഷ്യയുടെ തലസ്ഥാനമായ സിസേറിയയിലെ ഒരു വിശിഷ്ട കുടുംബത്തിലാണ് വിശുദ്ധ ബേസിൽ ജനിച്ചത്. വിശുദ്ധ ബേസിലിന്റെ അമ്മൂമ്മ ഒരു രക്തസാക്ഷിയായിരുന്നു. മുത്തശ്ശി, മാതാപിതാക്കൾ, 3 സഹോദരങ്ങൾ എന്നിവർ വിശുദ്ധ ജീവിതം നയിച്ചവരായിരുന്നു. വിശുദ്ധ ബേസിലിന്റെ സഹോദരന്മാരാണ് വിശുദ്ധ ഗ്രിഗറി നിസ്സായും വിശുദ്ധ പീറ്റർ സെബാസ്റ്റ്യൻ. സഹോദരി മക്രീനയും അമ്മ എമിലിയും പുണ്യവതിമാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ലൗകിക ആർഭാടങ്ങളെ ഭയന്ന് സന്യാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സേസറിയായിലെ മെത്രാനായ യവുസേബിയസ് ബേസിലിനെ വിളിച്ച് പട്ടം കൊടുത്തതും ആര്യൻ പാഷണ്ഡതയ്ക്കെതിരായി സമരം ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിച്ചതും. 364 വൈദിക പട്ടം സ്വീകരിച്ച അദ്ദേഹം 370 മെത്രാനുമായി. അദ്ദേഹത്തിന്റെ മനോദാർഢ്യവും ഊർജ്ജസ്വലതയും പാണ്ഡിത്യവും വാഗ്വിലാസവും കറയില്ലാത്ത എളിമയും തപശ്ചര്യയും സർവ്വമെത്രാന്മാർക്കും മാതൃകയാണ്. ആര്യൻ പാഷണ്ഡികൾക്ക് ദിവ്യകാരുണ്യം നൽകാൻ നിർബന്ധിച്ച പ്രീഫെക്ട് മൊദസ്തൂസ് അദ്ദേഹത്തോട് ചോദിച്ചു: ചക്രവർത്തിയുടെ കോപത്തെയും വിപ്രാസത്തെയും മരണത്തെയും താങ്കൾ ഭയപ്പെടുന്നില്ലേ? ബേസിൽ പ്രതിവചിച്ചു: ഞാൻ ഒട്ടും ഭയപ്പെടുന്നില്ല. ഈ പഴയ വസ്ത്രങ്ങളും ഏതാനും പുസ്തകങ്ങളും മാത്രം കൈമുതലുള്ള എൻ്റെ വസ്തുക്കൾ കണ്ടുകെട്ടിയാലെന്താ? താങ്കൾക്ക് എന്നെ നാടുകടത്താൻ കഴിയുകയില്ല. ലോകമാണ് എൻ്റെ ഭവനം. അങ്ങേക്ക് അനുവദിച്ചു തരാവുന്ന മഹാകാരുണ്യമാണ് മരണം. മർദ്ദനങ്ങൾ എനിക്ക് ദ്രോഹമാകുകയില്ല. ഒരിടി മതി എൻ്റെ ദുർബലമായ ജീവിതത്തെയും എൻ്റെ സഹനങ്ങളെയും അവസാനിപ്പിക്കാൻ. ആരും തന്നോട് ഇങ്ങനെ ഉത്തരം പറഞ്ഞിട്ടില്ലെന്ന് പ്രീഫെക്ട് പറഞ്ഞപ്പോൾ ബേസിൽ പ്രതിവചിച്ചു: ഒരുപക്ഷെ അങ്ങ് ഇതുവരെയും ഒരു ക്രിസ്തീയ മെത്രാനുമായി ഏറ്റുമുട്ടിയിട്ടില്ലെന്നരിക്കാം. ചക്രവർത്തി പിന്നെ ബേസിലിനെ ഒന്നിനും നിർബന്ധിച്ചില്ല. അസൂയയുടെയും തെറ്റിദ്ധാരണകളുടെയും ഇടയ്ക്ക് ബേസിൽ കഷ്ടപ്പെട്ട് ജീവിച്ചു. സഭയുടെ ഐക്യമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനിവേശം. അതിനായി വളരെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ആരംഭിച്ച ആശുപത്രി ലോകത്തിന് അത്ഭുത കാരണമായിരുന്നു. അതുപോലെ തന്നെ ആര്യനിസം എന്ന പാഷണ്ഡതയെ അദ്ദേഹം ധീരമായി നേരിട്ടു. ദിവസേന 2 തവണ പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ പാഷണ്ഡതയ്ക്കെതിരെ ശക്തമായ എതിർപ്പുകൾ നടത്തുകയുണ്ടായി. സൃഷ്ടിയുടെ 6 ദിവസങ്ങളിൽ എന്ന കൃതിയും ഏശയ്യ പ്രവാചകനെ കുറിച്ച് 16 അധ്യായങ്ങളിലായി മറ്റൊരു കൃതിയും സങ്കീർത്തനങ്ങളെക്കുറിച്ച് മറ്റൊന്നും സന്യാസ നിയമങ്ങളുടെ 2ാമത്തെ സമാഹാരവും അദ്ദേഹം എഴുതി. അരിസ്റ്റോട്ടലിയൻ ആശയങ്ങളുടെ സഹായത്തോടെ ദാർശനിക രൂപത്തിൽ അരിയൻ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചു. 370 ജനുവരി 1 കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബേസിൽ അന്ത്യശ്വാസം വലിച്ചു. പൗരസ്ത്യ സന്യാസികളുടെ പിതാവാണ് ബേസിൽ. ദരിദ്രർക്ക് ഭക്ഷണം നൽകുന്നതായിട്ടാണ് അദ്ദേഹത്തിന്റെ ചിത്രം വരയ്ക്കപ്പെട്ടിരുന്നത്. സിസേറിയയിലെ ബേസിൽ സെയിന്റ് ബേസിൽ ദ ഗ്രേറ്റ് എന്നും അറിയപ്പെടുന്നു. ഒരു ആദ്യകാല റോമൻ ക്രിസ്ത്യൻ പുരോഹിതനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് നൽകാറുണ്ട്. അതുപോലെ തന്നെ പ്രശസ്തവും ശോഭയുള്ളതുമായ നക്ഷത്രമെന്നും സഭയുടെ മഹത്വവും സൗന്ദര്യമെന്നും അദ്ദേഹം വിളിക്കപ്പെടുന്നു. ചെറുപ്പം മുതലേ രോഗബാധിതനായ ബേസിൽ അധ്യാപനത്തിന്റെ അധ്വാനവും വേറിട്ട് നിൽക്കുന്ന ജീവിതവും അജപാലന സേവനത്തിന്റെ ആശങ്കകളും സങ്കടങ്ങളും ഒട്ടു പരിധിവരെ ബേസിലിന്റെ ജീവിതത്തെ ബാധിച്ചു. ചില രാജ്യങ്ങളിൽ ബേസിലിന്റെ ബഹുമാനാർത്ഥം കരോൾ പാടാറുണ്ട്. അദ്ദേഹം വിശ്വാസികളുടെ വീടുകൾ സന്ദർശിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദാരിദ്ര്യരുടെയും അധസ്ഥിതരുടെയും സംരക്ഷണത്തിനും ബേസിൽ അറിയപ്പെടുന്നു. ആശുപത്രി, ഭരണാധികാരികൾ, സന്യാസിമാർ, ഭൂതോച്ചാടനം എന്നിവരുടെ രക്ഷാധികാരിയായിട്ടാണ് തിരുസഭ വിശുദ്ധ ബേസിലിനെ കണക്കാക്കിയിരിക്കുന്നത്. സാമൂഹ്യ ജീവിതം, ആരാധനാക്രമം പൂർത്തീകരിക്കൽ, പ്രാർത്ഥന, ശാരീരിക അധ്വാനം എന്നിവയിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. സന്യാസ ജീവിതത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ബേസിൽ സ്ഥാപിച്ചു. അദ്ദേഹം ഇപ്രകാരം പറയാറുണ്ടായിരുന്നു: നിങ്ങൾ ഉപയോഗിക്കാത്ത അപ്പം വിശക്കുന്നവർക്കുള്ളതാണ്. വെറുതെ സൂക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ വസ്ത്രം നഗ്നർക്കുള്ളതാണ്.
നിങ്ങൾ ധരിക്കാത്ത ചെരുപ്പുകൾ നിഷ്പാതകരുടേതാണ്. നിങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്ന പണം ദരിദ്രരുടേതാണ്. നിങ്ങൾ ചെയ്യാത്ത ഉപവിപ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്ന അനീതിയാണ്. വിശുദ്ധനായ ബേസിലെ, ഈ ലോകത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.